ഡോക്ടർ. ഹലോ. ഹലോ. എവിടെ പോയി? വെറുതെ നടക്കാൻ. കിട്ടുന്ന സമയത്തൊക്കെ ഊട്ടി കണ്ടു തീർക്കുക. പിന്നീട് വീട്ടിലേക്ക് വന്നില്ലല്ലോ. ഡാഡി ജോസ്റ്റാനോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ വരാൻ ഇറങ്ങിയതാ. ഇടയ്ക്ക് വെച്ച് വഴിയാകെ നഷ്ടപ്പെട്ടു. ജോസ്റ്റാൻ ദിവസവും ഡാഡിയോട് പറയുന്നത് കേൾക്കാം ഡോക്ടറെ കുറിച്ച്. വളരെ എഫിഷ്യന്റ് ആണെന്ന സർട്ടിഫിക്കറ്റ്. ഓ, ജോസ് അങ്ങനെ. നീന എന്താ ഇവിടെ? നേർച്ചയിടാനാണോ? അന്നേ ചോദിക്കണമെന്ന് കരുതിയതാ. എന്തിനാ ഈ നേർച്ച? വെറുതെ ഒരു പ്രാന്ത. കുറവന്റെ കയ്യിൽ നിന്ന് കുറത്തിയെ മോചിപ്പിക്കാൻ. ഏതായി കുറവനും കുറത്തിയും? അതൊരു കഥയാ. ഇവിടുത്തെ പറയുന്നതാ. സത്യമാണോന്ന് അറിയില്ല. ഡോക്ടർക്ക് ഇഷ്ടമാണോ കഥകളൊക്കെ? പിന്നെ ആർക്കാ ഇഷ്ടമില്ലാത്തത്? എന്താ കഥ? ഈ മരം പണ്ട്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു കുറവനായിരുന്നു അത്രേ. ദുഷ്ടനായ ഒരു കുറവൻ. ഇതുവഴി വന്നൊരു മുനിയെ ശപിച്ച് മരമാക്കിയത്. എന്നിട്ടും തീർന്നില്ല കുറവന്റെ വികൃതി. ഒരിക്കൽ കാട്ടിൽ നിന്ന് വിറകുമായി വന്നൊരു കുറത്തി ക്ഷീണം തീർക്കാൻ ഇവിടെ കിടന്നൊന്ന് മയങ്ങിപ്പോയി. കുറവൻ വൃക്ഷം വേരുകൾ അയച്ച് അവളെ അള്ളി മണ്ണിനടിയിലോട്ട് കൊണ്ടുപോയെന്ന കഥ. പലരും കേട്ടിട്ടുണ്ടത്രേ മണ്ണിനടിയിൽ നിന്നും കുറത്തിയുടെ നിലവിളി. അവളുടെ മോചനത്തിന് വേണ്ടിയായി ഈ നേർച്ച. എനിക്കെന്തോ ഇങ്ങനത്തെ കഥകളൊക്കെ ഇഷ്ടമാണ്. ചിലപ്പോഴൊക്കെ ഈ മണ്ണിനടിയോളം ഒന്ന് ചെന്ന് കുറത്തി ഒന്ന് കണ്ടിട്ട് വന്നാൽ കൊള്ളാമെന്നുവരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഹായ് കുട്ടികൾ. നില്ല നില്ല, ചോക്ലേറ്റ് ചോക്ലേറ്റ്. എന്തിനാ ഈ തൂവലുകളൊക്കെ? ഈയിടെ തുടങ്ങിയൊരു ഹോബിയാ. ഇതുകൊണ്ട് കൊച്ചു കൊച്ചു വീടുകൾ ഉണ്ടാക്കുക, വെറുതെ സമയം പോകാൻ. ഡോക്ടർ പാടുവോ? ഞാനോ? ഇല്ല. സമയരി പക്ഷിന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അത് ഇവിടുത്തെ പറയുന്ന ഒരു കഥയാ. എന്താ കഥ? കേക്കട്ടെ. ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞ് ഡോക്ടർ ബോറാക്കാണല്ലേ? സാരമില്ല, ആ കഥയോടെ കേൾക്കാം. ഒരുപാട് സ്വർണ്ണത്തൂവലുള്ള മനോഹരിയായ ഒരു പക്ഷിയാ ഈ സമയരി പക്ഷി. അതിന് വലിയൊരു ദുഃഖമുണ്ട്, പാടാൻ അറിയാത്ത ദുഃഖം. അതുകൊണ്ട് ഈ മരങ്ങൾക്കിടയിൽ എവിടെയോ ആരും കാണാതെ മറിഞ്ഞിരിക്കുക. നമ്മൾ ആരെങ്കിലും പാട്ട് പഠിപ്പിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് ഇണങ്ങും. എന്നിട്ട് മടിയിലും തോളിലും വന്നിരുന്ന് ഒത്തിരി തൂവലുകൾ പൊഴിച്ചു തരും. എല്ലാം നുണയാ, എങ്കിലും എനിക്കിഷ്ടമായി നുണയൊക്കെ. ആരും കാണാതെ ചിലപ്പോഴൊക്കെ ഞാനൊരു വിപുല ശ്രമം നടത്താറുണ്ട് പക്ഷിയെ പാട്ട് പഠിപ്പിക്കാൻ. ഞാൻ കണ്ടു, ഞാൻ കേട്ടു. എന്താ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ മനസ്സിലെന്തോ പറഞ്ഞതുപോലെ തോന്നി. അതെയോ? നല്ല കഥയെന്നോ മറ്റോ ആയിരിക്കും. ഞാൻ പോട്ടെ, നേരം വൈകി. ഡോക്ടർ വീട് വരെ വിടുന്നോ? വേണ്ട, ഞാൻ നടന്നോളാം. കണ്ട കാര്യം ഞാൻ ഡാഡിയോട് പറഞ്ഞേക്കാം. എന്റെ അന്വേഷണങ്ങളും പറഞ്ഞേക്ക്. ആ, അമ്മ എങ്ങനെ? കത്തുകൾ വരാറുണ്ടോ? ദിവസവും. ഒന്ന് കൂട്ടിക്കൊണ്ടുവരായിരുന്നില്ലേ? അമ്മ വരില്ല. അച്ഛന്റെ മരണശേഷം അമ്പലത്തിലേക്കല്ലാതെ പുറത്തെങ്ങും പോവാറില്ല. എങ്കിൽ ഡോക്ടറിനെ ആദ്യമായി അവധിക്ക് പോകുമ്പോ ജോസ്റ്റാനും കൂടി ഞാനും വരട്ടെ, വെറുതെ ഒന്ന് കാണാൻ. പ്ലീസ്. എങ്കിലത് അമ്മയ്ക്ക് എഴുതിയരെ. ഞാൻ വരും, തീർച്ച. പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ജോൺ സാമുൽ. ഗുഡ് മോർണിംഗ് സർ. ഉറക്കമായിരുന്നോ? വെളുപ്പാങ്കാലത്ത് എഴുന്നേപ്പിച്ച് ബുദ്ധിമുട്ടിച്ചു അല്ലേ? ഇല്ല. ഞാൻ 3 ദിവസം മുമ്പ് ജോസിനെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു, വിനയനോട് പറയാൻ. ഇന്നലെ നീനയെ കണ്ടല്ലേ? അവളും പറഞ്ഞില്ല. രണ്ടുപേരും പറയാൻ മറന്നതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ന്യൂ ഇയർ ഈവിന് ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. ഊട്ടിയിലെ ബന്ധുക്കളും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. ഒരു ഗെറ്റ് ടുഗദർ.
വിനയം വരണം, വന്നേ തീരൂ. ഇനി ഞാൻ നേരിട്ട് വന്ന് ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല സർ, ഞാൻ വന്നേക്കാം. ഓക്കെ. എക്സ്ക്യൂസ് മീ, രാത്രി വാതിലടയ്ക്കാതെയാണോ കിടക്കാറ്? മറന്നുപോയി. വരൂ. താങ്ക് യു. ഡാഡിയുടെ ആയിരുന്നു ഫോൺ കോൾ അല്ലേ? അതെ. ഇന്നലെ എനിക്ക് കുറെ വഴക്ക് കിട്ടി, ഡോക്ടറെ കണ്ടിട്ട് ക്ഷണിക്കാതിരുന്നതിന്. നേരിട്ട് ക്ഷണിക്കാനും വേറൊരു കാര്യത്തിനും വേണ്ടിയാ വന്നത്. എന്ത് കാര്യം? പരിഭവമൊന്നും തോന്നരുത്. ഡോക്ടർ ആദ്യം വീട്ടിൽ വന്നപ്പോ ഞാനൊരു ഷാൾ തന്നില്ലേ? അതെ. അതിങ്ങി തിരികെ തന്നിരിക്കുന്നു. സോറി, ഞാനത് മറന്നതല്ല, ഒന്ന് വാഷ് ചെയ്യിപ്പിച്ചിട്ട് ആരാന്ന് വെച്ചു. സാരമില്ല, അതിങ്ങി തന്നിക്കൂ പ്ലീസ്. ഒരു മിനിറ്റ് ഇരിക്കെ. ഇത് പകരം വെച്ചോളൂ. ഇതും ഒരു ഷാളാ. എന്തിനാ ഇങ്ങനെ? ഇരുന്നോട്ടെ. ഈ ഷാൾ എനിക്ക് വേണം. ഇതെനിക്ക് പിരിയാനാവില്ല. എന്റെ മമ്മിയുടെ ഷാളായത്. ഹാർട്ട് അറ്റാക്ക് വന്ന് 9 ദിവസം മമ്മി ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഈ ഷാളാ പോച്ചിരുന്നത്. അത്രയും ദിവസം അരിയിൽ ഞാനും ഉണ്ടായിരുന്നു. എന്തോ ഇത് പിരിയാനൊരു പ്രയാസം. ഡോക്ടറുടെ വീട് ആകെ അലങ്കോലായി കിടക്കാണല്ലോ. അതെ, ഈ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ദിവസം താക്കോൽ എന്നെ ഏൽപ്പിച്ചിട്ട് പോ. ഞാൻ എല്ലാം അല്ല, വൃത്തിയാക്കി. എന്നാലും ശരിയാവില്ല. ഇതെന്റെ ഒരു ശീലമാ. എന്റെ അമ്മയ്ക്ക് തീരെ പിടിക്കാത്തൊരു ശീലം. നീനെ എന്റെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ. എവിടെ? ദാ. എങ്ങാണ്ടൊക്കെ എന്റെ മമ്മിയുടെ നേർത്ത ഛായ. ഇനി നീനയുടെ മമ്മിയുടെ ഫോട്ടോ എനിക്കൊന്ന് കാണണം. ഒറ്റ ഫോട്ടോ പോലും ഇല്ല എങ്ങും. ക്യാമറ കാണുമ്പോ മമ്മി എന്ത് ഓട്ടായിരുന്നോ. ഇതാ വച്ചേക്കുന്നേ. ഞാൻ പോട്ടെ, ഫംഗ്ഷന് വരണം. ഷുവർ, വന്നേ പറ്റൂ. അന്ന് ഡാഡി പറഞ്ഞ കാര്യം ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുക. എന്ത് കാര്യം? ബോറടി മാറ്റാൻ ഒരു ഗേൾഫ്രണ്ട്. ഓർമ്മയില്ലേ, ഒരു നായരൂട്ടി. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുക ഓരോരുത്തരും. എല്ലാവരെയും ഫംഗ്ഷന് ക്ഷണിക്കണം. അതിന് വെളുപ്പിനെ ഇറങ്ങിയത്. ഒടുവിൽ ഡോക്ടർ ഉഴപ്പരുത്. എന്തെങ്കിലും ചെയ്തുവെന്നാവൂല്ലോ എനിക്കും. ഒന്നുമില്ലെങ്കിലും എന്നെ പോലെ കഥകളൊക്കെ ഇഷ്ടമുള്ള ആളല്ലേ. ആ സ്നേഹം കൊണ്ടാണെന്ന് കരുതിയാ മതി. വരട്ടെ. നീനെ, നീനയ്ക്കും വേണ്ടേ എന്ത്? ബോറടി മാറ്റാൻ ഒരു കല്യാണം. കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം നിന്നാളെന്നോ? അതുകൊണ്ടല്ല, പിന്നെ ഡോക്ടറുടെ ഈ ചോദ്യം ഡാഡിയും ചോദിച്ചാലും കേൾക്കണ്ട. അവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴും ഞാൻ പിച്ചവച്ച് കിടക്കുന്ന ഒരു കുഞ്ഞാ. തമാശയായിട്ട് പറഞ്ഞതല്ല. അല്ലേലും പെൺകുട്ടികൾ വളരുന്നത് അമ്മമാർക്കേ മനസ്സിലാവും, മറ്റാർക്കും മനസ്സിലാവില്ല. ഞാൻ പോകുന്നു. എത്രയും പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഒരു അത്യാവശ്യ കാര്യത്തിനാണ് ഈ കത്ത്. ഇവിടെ ഒരു പക്ഷിയുണ്ടമ്മേ, പരശതം സ്വർണ്ണത്തൂവലുകളുള്ള മനോഹരിയായ ഒരു പക്ഷി. എന്നെപ്പോലെ തന്നെ മിക്കവാറും ഏകയാണ് ഈ പക്ഷിയും. എനിക്കൊരുപാട് ഇഷ്ടമായി. ഞാൻ അതിനെ കല്യാണം കഴിച്ചോട്ടെ. അമ്മയുടെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് മകൻ വിനയൻ, NB. ഈ പക്ഷി ഒരു ക്രിസ്ത്യാനിയാണ് കേട്ടോ. ഈ പക്ഷി ഒരു ക്രിസ്ത്യാനിയാണ് കേട്ടോ. ഹായ്. മാത്തുക്കുട്ടിച്ചായനോ? ജോസൂട്ടി, മാത്തുക്കുട്ടിച്ചായൻ. വന്നേ വന്നേ വന്നേ. നോക്കിയേ, ആരാ വന്നിരിക്കുന്നത്? മാത്തുക്കുട്ടിച്ചായ, വാ 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 വാ.
ഇവിടെ ഇരുന്നോളൂ. ഇങ്ങോട്ട് ഇരുന്നോളൂ അച്ഛാ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഈ ക്യാമറ ഹായ് ഹായ് റാണി, ഹൗ ആർ യു? ഫൈൻ. ഇപ്പോഴും ഐ ആം വെരി ഫൈൻ. മാത്തുക്കുട്ടി ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി അടി ഉണ്ടാക്കിയ വിരിയൂ. ഹലോ. ഹലോ. Hold it. Hello, doctor. Meet my friend. Hello. Hello. Rani Alexander. സോറി. Please come. തേക്കടിയിൽ ആരണ്യ നിവാസിൽ ഒരു നമ്പൂതിരി ഇരുന്ന് അസാരം മദ്യം സേവിക്കുകയായിരുന്നു. ഒരു സായിപ്പ് ഒന്ന് ചോദിച്ചു, വാട്ട് ഈസ് ദീസ് എന്ന്. നമ്പൂരി പറഞ്ഞു, ദിസ് ഈസ് വാട്ട് ഈസ്. ഇവനേതാ ഈ കൊച്ചൻ? തട്ടാമ്പള്ളിയിലെ ഔസപ്പച്ചന്റെ മകൻ ജോണിക്കുട്ടി. ഇവൻ എവിടെന്തെങ്കിലും തട്ട് കിട്ടും. Ladies and gentlemen, just a minute. Now, passing the parcel. അതാ വരുന്നു. 1, 2, 3. അമ്പിളി ചൂടുന്ന തമ്പുരാനെ വെള്ളിക്കുന്നിന്റെ ഓമന പൊന്മകള് മാലയിട്ട് അമ്പിളി ചൂടുന്ന തമ്പുരാനെ വെള്ളിക്കുന്നിന്റെ ഓമന പൊൻ പാലൊത്ത നിലാവത്തവ പാരാകെ പുകൾ നേടിയ പാലൊത്ത നിലാവത്തവ പാരാകെ പുകൾ നേടിയ ചേലത്തൊരാനന്ദ നൃത്തമാടി ആനന്ദ നൃത്തമാടി അമ്പിളി ചൂടുന്ന തമ്പുരാനെ വെള്ളിക്കുന്നിൻ മാലയിട്ടു മലർമാലയിട്ടു ഓഹോ ലല്ലല്ലാ. Ladies and gentlemen, the winner, Dr. Vinay Chandran. Congratulations. റാണി, നീ എവിടെയായിരുന്നത്? ഞാൻ എവിടെ ഉണ്ടായിരുന്നു? ആ ഡോക്ടർ അവിടെയൊക്കെ കറങ്ങി നടപ്പുണ്ട്. ഒന്നിങ്ങോട്ട് പറഞ്ഞുവിടും. ആ ചെല്. ആ നിക്ക് പറഞ്ഞേക്കണേ, നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന്. ഹലോ ഡോക്ടർ, വരൂ. ഇന്നിവിടെ ഒരു സെർമണി ഉണ്ട്. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് ഒരു ചെടിനട സെർമണി. ഡോക്ടറെ കൊണ്ട് നടിയിക്കാമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തു. സകലര് സമ്മതിച്ചു. എല്ലാം ഞാൻ അറേഞ്ച് ചെയ്താ. അല്ല, എന്നെ വിട്ടേക്ക്. ഞാൻ നട്ടാ ശരിയാവില്ല. നീ എന്നെ തന്നെ നട്ടാ മതി, അതാ ഭംഗി. ഇല്ലില്ല, ഡോക്ടർ തന്നെ നടണം. ഒരു കാര്യം ചെയ്യ്, പാസിംഗ് ദ പാസിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കിട്ടിയവര് ചേർന്നങ്ങ് നട്ടാ മതി. അത് ശരിയാ, അത് മതി. ആട്ടെ, വരൂ ഡോക്ടർ.
ഈ കൈയടിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണേ. നീന, ഒരു മിനിറ്റ് ഉണ്ട്. ആ, നിങ്ങൾ തുടങ്ങിക്കോളൂ, ഞാൻ ദാ വരുന്നു. എന്താ ഡോക്ടർ? ഞാൻ പോയിക്കോട്ടെ? അയ്യോ, ഫുഡ് കഴിക്കാതെയോ? ആരും അറിയണ്ട, ഞാൻ ഡോക്ടർക്ക് തനിച്ച് ഫുഡ് അറേഞ്ച് ചെയ്യട്ടെ? വേണ്ട, താങ്ക്സ്. അയ്യോ, ഡാഡി അറിഞ്ഞാൽ വല്ലാതെ തോന്നില്ലേ? അത് സാരമില്ല, നീന ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ പോയിക്കോട്ടെ? ശരി. എന്തായി, ഞാൻ തെരഞ്ഞെടുത്ത പെൺകുട്ടികളെ ശരിക്കും നോക്കിയോ? നോക്കി. എന്നിട്ട്? ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നീന തന്നെ അങ്ങ് തിരഞ്ഞെടുത്താൽ മതി. അതാരായിരുന്നാലും ഞാൻ അംഗീകരിച്ചോളാം. പക്ഷേ ഒരപേക്ഷ ഉണ്ട്. എന്താ അത്? നീന എനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടി നീന തന്നെ അയാൾക്കൊള്ളാവുന്നുണ്ട്.